ഹായ് ഫ്രണ്ട്സ്, എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖല്ലേ? നമ്മളൊരു കൊച്ചു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മളെ മക്കളെ കുറിച്ച് പറഞ്ഞാലോ. മക്കളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം നമ്മൾ വിചാരിക്കും അവരെ ചെറുപ്പകാലത്തിലാകുമ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെയെങ്കിലും അവരൊന്ന് വലുതായാൽ മതി, അപ്പം നമുക്കൊന്ന് ഫ്രീ ആയി നടക്കാമല്ലോ. അല്ലെങ്കിൽ നമുക്കൊരു കല്യാണത്തിന് പോകുമ്പോഴോ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അവർ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി പറഞ്ഞ് കുസൃതിയൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് തോന്നില്ലേ, ഇവരെങ്ങനെയെങ്കിലും ഒന്ന് വലുതായാൽ മതി, നമുക്കൊന്ന് ഫ്രീ ആവാമല്ലോ. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് നമ്മളെ മക്കൾ ചെറുതായിരിക്കുമ്പോഴാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത്, അവർ വലുതായി കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഫ്രണ്ട്സാവും, പല സാഹചര്യങ്ങൾ വരുമ്പോൾ അവർ പുറത്തൊക്കെ പോകുമല്ലോ. അപ്പോൾ നമുക്ക് അവർ തിരിച്ചു വരുന്നവരെ എത്ര ടെൻഷനായിരിക്കും നമുക്ക് പല സ്ഥലങ്ങളിൽ പോയി. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും ലോകത്തിൽ പല സംഭവങ്ങളാണല്ലോ കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് അവർ നമ്മളെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തണ വരെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. പെൺകുട്ടികളാണെങ്കിൽ അവർ സ്കൂളിലോ കോളേജിലൊക്കെ പോയി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന കുറച്ച് സമയം നമ്മളെ കൂടെ ഉണ്ടാവും. എന്നാലും പെൺകുട്ടികളായാലും ഇപ്പം നമുക്ക് വളരെ ടെൻഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ആൺകുട്ടികളുടെ കാര്യം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളൊന്നും അവരെ മേത്ത് അടിച്ചേൽപ്പിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ ഇന്നത്തെ കാലത്ത്. പിന്നെ നമ്മൾ ജീവിച്ച സാഹചര്യമൊന്നും അവരോട് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത്, പഠിക്കാനുള്ള കാര്യങ്ങളായാലും ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും ചില കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് അത് മനസ്സിലാവും കേട്ടോ. അവർ ജീവിതം പെട്ടെന്ന് പഠിക്കും. ചിലവർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ. അവർ പറയുന്നത് നിങ്ങളെ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നല്ലോ, അതിനെ വെച്ചിട്ട് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് ഇനിയിപ്പോൾ അങ്ങനെ ജീവിക്കണോ, അങ്ങനെയൊക്കെ ഉണ്ടോ അവർ നമ്മൾ തിരിച്ചിങ്ങോട്ട് ചോദിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ജനിച്ച സാഹചര്യവും നമ്മൾ ജീവിച്ച സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ മാതാപിതാക്കൾക്ക് അധികം ദീർഘവീക്ഷണമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അവരെ കാലത്തൊന്നും ടെക്നോളജി വളർന്നിട്ടില്ല. നെറ്റ്, യൂട്യൂബ് സംഭവങ്ങളും ടച്ച് ഫോണൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല. അവർക്ക് ലോകം കാണാനൊന്നും പറ്റിയില്ല. അവർ ഏത് ഗ്രാമത്തിലാണോ ജനിച്ചത്, ഏത് സാഹചര്യമാണ് അവർക്കുള്ളത്, ആ സാഹചര്യത്തിൽ തന്നെയാണ് കേട്ടോ അവർ ജീവിച്ചിട്ട് വളർന്നതും. അത് തന്നെയാണ് അവർ മക്കളിലേക്ക് പകർന്നു കൊടുക്കുന്നതും. അപ്പം നമ്മളെ കാലത്തൊക്കെ നമുക്ക് കുറച്ചും കൂടി യൂട്യൂബ്, നെറ്റ് ഉപയോഗിക്കാനുള്ള അവസരങ്ങളും നമുക്ക് കുറച്ചും കൂടി ലോകം കാണാനുള്ള അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ മക്കൾ, ന്യൂ ജനറേഷൻ, അവർക്ക് വളരാനുള്ള ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റികളുണ്ട്. അപ്പോൾ നമ്മൾ അവരെ കെട്ടിപ്പൂട്ടിരുന്നിട്ടും കാര്യമില്ല, അവരെ പറത്തി വിടന്നെ പറ്റുള്ളൂ. ഒരു വേള നമ്മൾ ഇപ്പോൾ 9ാം ക്ലാസ്, 10ാം ക്ലാസ്, +2 വരെയൊക്കെ നമ്മൾക്ക് അവരെ പിടിച്ച് ഇരുത്താൻ പറ്റും. ആൺകുട്ടികളെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. ഇപ്പോൾ ആൺകുട്ടികളെ മാത്രമല്ല, പെൺകുട്ടികളായാലും അവർക്കിപ്പോൾ പുറത്ത് പോയി പഠിക്കണം എന്നൊക്കെയാണ് ഇഷ്ടം. അവർക്കിപ്പോൾ വീട്ടിൽ നിന്ന് പഠിക്കാനൊന്നും ഇഷ്ടമില്ല. എല്ലാവർക്കും ഹോസ്റ്റലിൽ നിൽക്കണം, അല്ലെങ്കിൽ പുറം രാജ്യത്തേക്ക് പോകണം, ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ മക്കളെ നമ്മളടുത്ത് ഇരുത്തി കൂട്ടിലിട്ട് കിളികളെ പോലെ നിർത്തിയിട്ട് ഒരു കാര്യമില്ല. ഒരു വേള അവർ നമ്മളെ അടുത്ത് നിന്ന് അകന്ന് പോകും. അവർക്ക് നാളെ അവർക്കൊരു ലൈഫ് ഉണ്ടല്ലോ. അവരും ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയായി മാറി അവരും ഒരു കുടുംബം നോക്കേണ്ടവരല്ലേ. അപ്പോൾ അത് നേരത്തോടെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വെച്ചാൽ അതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ നമ്മളവരെ പിടിച്ച് വിലക്കി അങ്ങോട്ട് പോലെ എന്നൊക്കെ പറഞ്ഞു തന്നാലും ഒരു കാര്യമില്ല കേട്ടോ അങ്ങനെ നമ്മൾ നിന്നിട്ട്. പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അവരെ പോണ സ്ഥലങ്ങൾ, നമുക്ക് കൂട്ടുകെട്ടുകളൊക്കെ ഒത്തിരി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മളെത്ര അറിഞ്ഞാലും നമ്മൾക്ക് അവരോട് ഉപദേശിക്കാമെന്നല്ലാതെ അവരെ കൂടെ ഇരിക്കാനും നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഉപദേശിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഉപദേശം എന്ന് പറയുന്നത് അവർക്കിപ്പോൾ ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അവരെ അനുഭവിക്കാൻ വിടുക എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അനുഭവിക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ നമ്മൾ എല്ലാ പ്രൊട്ടക്ഷനും സേഫോടും കൂടിയിട്ട് നമുക്കൊന്നും നടക്കില്ല. അപ്പോൾ നീ പോയി വായോ, പോയി അത് കണ്ടറിഞ്ഞ് എങ്ങനെയാണെന്ന് നീ പഠിച്ചു പോവാ, നിനക്ക് നിൽക്കാൻ പറ്റുമോ നിൽക്കില്ല, പഠിക്കാൻ പറ്റുമോ പഠിക്കുന്നത്, അവിടുത്തെ അനുഭവം എങ്ങനെയാണ്, അവിടെ ഇന്ന ആൾക്കാരുകൾ ഉണ്ടാവില്ല, അപ്പോൾ അവരങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്, അതൊക്കെ പഠിക്കാനാണ് ഞാൻ പറയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒബ്സർവ് ചെയ്യാനും ഉള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ മറ്റുള്ളവരോട് കൂടുതൽ സംസാരിച്ച് പുറത്തിറങ്ങി ഒരു യാത്ര ചെയ്യുമ്പോഴും ഒറ്റയ്ക്കൊക്കെ പോകാനുള്ളൊരു തൻ്റെടമൊക്കെ അവർക്ക് ഉണ്ടെങ്കിൽ അവരെ അങ്ങനെ ഒറ്റയ്ക്ക് തന്നെ വിടണം കേട്ടോ. നമ്മൾ കൂടെ എപ്പോഴും ഒന്നും പോയിട്ടൊന്നും ഒരു കാര്യം നടക്കില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. പിന്നെ നമ്മളെ മനസ്സ് റിലാക്സാക്കി വിടുക. നമ്മളെ മനസ്സിലെ ടെൻഷനൊന്നും അവരെ അടിച്ചേൽപ്പിച്ചിട്ട് കാര്യമില്ല. പിന്നെ എപ്പോഴും അവരെ ഫോൺ വിളിച്ചിട്ടും കാര്യമില്ല ഓരോ കാര്യത്തിനൊന്നും. അതും അവർക്ക് ഇറിറ്റേഷനാണ്. അപ്പോൾ ആവശ്യത്തിന് മാത്രം കാര്യങ്ങൾ ചോദിക്കുക. പുറത്ത് പോയാലും ഇപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കാന്ന് വെച്ചാലും ജോലിക്ക് പോവുകയാണെങ്കിലും
അവരവിടെ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലൊക്കെ നമ്മൾ ആവശ്യത്തിന് അവരെ വിളിച്ച് വിശേഷങ്ങൾ ചോദിക്കുക. അതേ അത്രേ അവരും ആഗ്രഹിക്കുന്നുള്ളൂ ഇന്നത്തെ കാലത്ത് കേട്ടോ. പിന്നെ നമ്മൾക്ക് സപ്പോർട്ടായി നിൽക്കുക എന്ത് കാര്യത്തിന്. അവർക്ക് എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം, അത്ര തന്നെ. പിന്നെ അവരെ ലൈഫ് കണ്ടെത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. എന്നായാലും ഒരു നാൾ അവരൊറ്റയ്ക്ക് ജീവിച്ചേ പറ്റൂ, ആണായാലും പെണ്ണായാലും. അപ്പോൾ നമ്മളും അങ്ങനെ തന്നെയല്ലേ. നമ്മളൊരു വേള നമ്മൾ ഒരു ഏജ് വരെ നമുക്കെല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കൂട്ടുണ്ടായിരുന്നു. നമ്മളൊരു വീട് വെച്ച് താമസിക്കുമ്പോൾ നമുക്ക് കൂട്ടിന് കിടക്കാൻ ആൾക്കാരുകൾ വന്നിരുന്നു. ആരുമില്ലെങ്കിൽ നമ്മൾ അയൽവക്കക്കാരെ വിളിച്ചിരുന്നു. അതൊക്കെ ഒരു പരിധി വരെ ഉള്ളൂ. പിന്നെ നമ്മൾ തനിയെ നിൽക്കാൻ ശ്രമിച്ചു. നമുക്കതുപോലെ പറ്റി. 1-2 ദിവസം നമ്മൾ അങ്ങനെ ശീലിച്ചു. പിന്നെ നമുക്ക് ജീവിതത്തിൻ്റെ ദിനചര്യയായി മാറി. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ പഠിച്ചൊക്കെ നമ്മൾ ചെയ്തിട്ട് അനുഭവിച്ചിട്ടും പ്രാക്ടിക്കലിലൂടെയല്ല നമ്മൾ പഠിച്ചത്. അതുപോലെ തന്നെ അവരും ഇതൊക്കെ ചെയ്ത് പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് നേരത്തോടെ നമ്മൾ അതിന് വേണ്ടി സജ്ജമാക്കി കൊടുക്കുക എന്നാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇന്നപ്പോൾ ഈ ടോപ്പിക്കോട് ഇട്ടിട്ട് നിർത്താം കേട്ടോ. എല്ലാവരും മാക്സിമം എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാവർക്കും. നിങ്ങളുടെ ഒരു ലൈക്കും ഷെയറും ഒരു കമൻറ്റ്, എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് നിങ്ങൾ ഇട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഇടാമല്ലോ. കമൻറ്റ് ഇടുമ്പോൾ അതും എനിക്കൊരു വളരെ സന്തോഷമാണ് കേട്ടോ. പിന്നെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം കേട്ടോ. ഈ പുതിയ സബ്സ്ക്രൈബേഴ്സുകളും പുതിയ യൂട്യൂബേഴ്സുകളൊക്കെ വരുമ്പോഴുണ്ടല്ലോ, ചിലവർ നോക്കും ഇവർക്ക് എത്രയാണ് വന്നത്, ഒരു ന്യൂ ആൾക്കാരല്ലേ എന്ന്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണ്ടെന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ ഈ 2025 കാലഘട്ടത്തിൽ നമ്മൾ നെറ്റിൻ്റെ ലോകത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് ഫോണില്ലാണ്ട് ഒരു നിമിഷം പോലും നമുക്ക് ജീവിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ന്യൂ ആൾക്കാരെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരണം. ന്യൂ ആൾക്കാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഓരോ സിനിമാ നടന്മാരെ കാര്യം ആലോചിച്ച് നോക്കുക. അവർ മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും പണ്ടത്തെ സിനിമാ നടന്മാർ ആ സിനിമകൾ മാത്രം നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞാൽ പുതിയ തലമുറകൾക്ക് പുതിയ ആൾക്കാരുകളെ നമുക്ക് കാണാൻ പറ്റുമോ നമ്മൾ? അപ്പോൾ അതുപോലെ ഇപ്പോൾ എത്ര പുതിയ ആൾക്കാരുകൾ വന്ന് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാട്ടോ. അതുപോലെ തന്നെയാണ് പുതിയ യൂട്യൂബേഴ്സും. എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട്. പക്ഷെ ആരും അത് ശ്രമിക്കുന്നില്ല, എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ പുതിയ ആൾക്കാർ വരുമ്പോൾ അവരെ കഴിവുകളും കാര്യങ്ങളും അവരും എങ്ങനെയാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പിന്നെ അപ്പോൾ എല്ലാവരും മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യത്തിനും പഠിച്ചവൻ്റെ പക്കത്ത് നിന്ന് നമുക്കൊരു അനുഗ്രഹവും കാരുണ്യവും ഉണ്ട്, തീർച്ചയായും ഉണ്ടാവും. നമ്മൾ നല്ല ചിന്തയോട് കൂടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണോ അതിനൊക്കെ നമുക്ക് പഠിച്ചവൻ്റെ പക്കത്ത് നിന്ന് അനുഗ്രഹം ഉണ്ട്, തീർച്ചയായും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം എന്നെ കാണുന്ന എല്ലാവരും മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസുകളൊക്കെ കാണാൻ പറ്റുള്ളൂ. താങ്ക് യു.